ശ്രീ ടി പി രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, പ്ലീസ് അംഗങ്ങൾ മൈക്രോഫോൺ യൂസ് ചെയ്യണം, ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം, പ്ലീസ് പ്ലീസ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം പ്ലീസ്. സർ, വനം നശീകരണം തടയൽ ലക്ഷ്യമാക്കി യൂറോപ്യൻ യൂണിയൻ റബ്ബർ ഇറക്കുമതി നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ്. സർ, കേന്ദ്ര ഇറക്കുമതി നയം കേരളത്തിലെ റബ്ബർ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. കേന്ദ്രം വളരെ പ്രതികാരത്തോടുകൂടിയാണ് കേരളത്തോട് പെരുമാറുന്നത്. റബ്ബർ കർഷകരുടെ സംരക്ഷണത്തിന് കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് പദ്ധതി മാത്രമാണ് റബ്ബർ കൃഷിക്കാർക്ക് സഹായകരമായിട്ടുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ച 150 രൂപ കൃഷിക്കാർക്ക് ലഭിക്കുന്നു. 250 രൂപയെങ്കിലും കൃഷിക്കാർക്ക് ലഭിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കേണ്ടത്. ഈ കാര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. സർ, തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് സഹായം ലഭ്യമാക്കേണ്ടതുണ്ട്. ഇവിടെ കേരളത്തോട് ഈ കാര്യത്തിലും വളരെ അവഗണനയാണ് കാണിക്കുന്നത്. കേരളത്തിന് പുതുതായി കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിനും കേരളത്തിലെ കൃഷിക്കാർക്ക് അനുവദിച്ചത് 25,000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സഹായം പോലും നിർത്തലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സന്ദർഭത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അനുവദിക്കുന്നത് 40,000 രൂപയാണ്. കേരളത്തിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും വീണ്ടും കൃഷി ചെയ്യുന്നതിനും 50,000 രൂപയെങ്കിലും കേരളത്തിലെ കൃഷിക്കാർക്ക് റബ്ബർ കൃഷിക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്രം താങ്ങുവില നിശ്ചയിക്കണം. റബ്ബർ ബോർഡിന്റെ സഹായം ലഭിക്കുന്നില്ല. ജീവനക്കാരുടെ എണ്ണം കുറവാണ്. കേരളത്തിന്റെ പ്രാതിനിധ്യം കുറച്ചിരിക്കുന്നു. റബ്ബർ ബോർഡ് തന്നെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര നീക്കം. ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റാൻ കേന്ദ്രം നീക്കം തുടരുന്നു. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആദരണീയനായ ശ്രീ ടി പി രാമകൃഷ്ണൻ MLA സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവിക റബ്ബർ ഉത്പാദനത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര സർക്കാർ റബ്ബറിനെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും റബ്ബർ കൃഷി കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക മേഖലയ്ക്കും ഒരുപോലെ ഉണർവ് നൽകിയിരുന്നു. അതിനാൽ തന്നെ ഈ മേഖലയെ ഉണർവോടെ നിലനിർത്തേണ്ടത് കേരളത്തിന്റെ ആവശ്യകതയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വികലമായ കാർഷിക സാമ്പത്തിക നയങ്ങൾ കേരളത്തിന്റെ നാണ്യവിളകളെ, പ്രത്യേകിച്ച് റബ്ബർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഉദാരവൽക്കരണ പ്രക്രിയയും തുടർന്നുണ്ടായ കയറ്റുമതി ഇറക്കുമതി നയങ്ങളും പലവിധ ആഗോള കരാറുകളും രാജ്യത്തിന്റെ കാർഷിക സാമ്പത്തിക മേഖലയെ തകർത്തോടൊപ്പം നാണ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ അപ്രമാദിത്വമുണ്ടായിരുന്ന കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുക കൂടിയാണ് ചെയ്തത്. സർ, ഈ നയങ്ങളിലൂടെ റബ്ബർ ഇറക്കുമതി 2005-2006 45,285 ടൺ ആയിരുന്നത് 21-22 5,46,369 ടണ്ണായി ഉയർന്നു. 47 റബ്ബർ നിയമം 2022 റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബില്ലിലൂടെ പരിഷ്കരിക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ ശ്രമം റബ്ബർ മേഖലയിലെ പ്രധാന ഗുണഭോക്താക്കളായ കേരളത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്നതിനാൽ ഈ ബില്ലിലെ വ്യവസ്ഥകളെ കേരളം പൂർണ്ണമായി എതിർക്കുകയുണ്ടായി. ഈ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ യൂണിയൻ സർക്കാർ തയ്യാറായെങ്കിലും ഭേദഗതികൾ കേരളത്തിന്റെ താൽപര്യത്തിനെ പൂർണ്ണമായും ഹനിക്കുന്നതാണ്. റബ്ബർ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒരു വ്യവസായമായി ബില്ലിലെ സെക്ഷൻ 2(5) നിർവഹിച്ചതും അതിനാൽ റബ്ബർ കൃഷി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതും റബ്ബർ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. റബ്ബർ കൃഷി വിസ്തൃതിക്ക് അനുസൃതമായി റബ്ബർ ബോർഡിൽ കേരളത്തിനുള്ള പ്രാതിനിധ്യം നിലനിർത്താത്തതും കൃഷി വകുപ്പ് പ്രതിനിധിയെ റബ്ബർ ബോർഡിൽ ഉൾപ്പെടുത്താത്തതും പരിശോധിക്കണമെന്ന കേരള സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇക്കാര്യം കത്തുമുഖേന അറിയിച്ചതോടൊപ്പം കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തീരുവയില്ലാതെയുള്ള സ്വാഭാവിക റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും എല്ലാ തരത്തിലുമുള്ള ഉണക്ക രൂപത്തിലുള്ള റബ്ബറിന്റെ ഇറക്കുമതി തീരുവ 70% ഉയർത്തണമെന്നും റബ്ബറിനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ഇന്ത്യയിലേക്ക് ചണ്ടി റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിലവിലുള്ള നിരോധനം തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഇറക്കുമതിയും കർഷകനെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതിയിലുള്ള നിയന്ത്രണങ്ങൾ തുടരണമെന്നും യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ റബ്ബർ ഇറക്കുമതി പരിമിതപ്പെടുത്തണമെന്നും സ്വാഭാവിക റബ്ബർ, ചിരട്ടപ്പാട് എന്നിവയുടെ ഇറക്കുമതി 2019 നാഷണൽ റബ്ബർ പോളിസിയിലൂടെ തടയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ദേശീയ തലത്തിൽ റോഡ് റബ്ബറൈസ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റബ്ബർ വുഡിന്റെയും റബ്ബർ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നാഷണൽ റബ്ബർ പോളിസിയിലൂടെ സാധ്യമാക്കണമെന്നും യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. റബ്ബർ ബോർഡ് ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള നീക്കം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ യൂണിയൻ
വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകുകയും തുടർന്ന് കേരളത്തിൽ നിന്ന് റബ്ബർ ബോർഡ് ആസ്ഥാനം മാറ്റുന്നതിനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. കേരള സർക്കാരിന്റെ നിരന്തര ആവശ്യം പരിഗണിച്ച് റോഡ് ടാറിങ്ങിന് റബ്ബർ ഉപയോഗിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങൾക്ക് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സർ, റബ്ബർ കർഷകരോടുള്ള യൂണിയൻ സർക്കാരിന്റെ ഈ വിരുദ്ധ നയങ്ങൾ തുടരുമ്പോഴും റബ്ബർ ബോർഡിന്റെ കണക്ക് പ്രകാരം നിലവിൽ കേരളത്തിൽ 9.5 ലക്ഷത്തിലധികം റബ്ബർ കർഷകരും 5.51 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് റബ്ബർ കൃഷിയുമുണ്ട്. മലയോര മേഖലയിൽ മാത്രമുണ്ടായത് റബ്ബർ കൃഷി ഇടനാടുകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. കേരള സർക്കാർ നടപ്പാക്കിയ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീമാണ് കർഷകരെ ഈ മേഖലയിൽ തുടരുവാൻ പ്രേരിപ്പിക്കുന്നത്. റബ്ബറിന് കിലോയ്ക്ക് 150 രൂപയായിരുന്നു താങ്ങുവില. 21 ഏപ്രിൽ 1 മുതൽ 170 രൂപയെ വർദ്ധിപ്പിച്ച് നൽകി. 2024 ഏപ്രിൽ 1 മുതൽ 180 രൂപയാക്കുമെന്നും 24-25 ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. നിലവിൽ 1993.36 കോടി രൂപ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവായി കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. സംസ്ഥാനം നടപ്പിലാക്കുന്ന റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപ ഉയർത്തുന്ന കേന്ദ്രത്തിന്റെ വിധം കൂടി ആവശ്യപ്പെട്ട് നിരവധി തവണ യൂണിയൻ സർക്കാർ സമീപിച്ചുവെങ്കിലും നാളുവരെയായി അനുകൂലമായ മറുപടി ലഭിച്ചിട്ടില്ല. സാർ, ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുകയാണ്. 2375 കോടി രൂപ അടങ്കൽ തുക വരുന്ന കേരള കാലാവസ്ഥാ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി കേര വരുന്ന 5 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ പ്ലാന്റേഷൻ സെക്ടറിന്റെ ഉന്നമനത്തിനായി പ്രത്യേക തുക വകകൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഘടകം റബ്ബർ വികസനമാണ്. റബ്ബറിന്റെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിന് പുനർനടിയിൽ സഹായം, കർഷകർക്കുള്ള സാങ്കേതിക സഹായം, വായ്പാധിഷ്ഠിത പുനർനടിയിൽ പദ്ധതി എന്നിവ നടപ്പിലാക്കി ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ റബ്ബർ കൃഷി വിപുലപ്പെടുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. കേര പദ്ധതിയുടെ ഭാഗമായി 6 ജില്ലകളിൽ റബ്ബറിന്റെ റീപ്ലാന്റേഷനായി ധനസഹായം നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട്. 30,000 ഹെക്ടറിലാണ് ഈ ധനസഹായം എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഒരു ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ 225 കോടി രൂപ ഈ പദ്ധതിயின் കീഴിൽ വകയിരുത്തിയിട്ടുണ്ട്. റബ്ബറിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകരിലെത്തിക്കാൻ കൂടുതൽ നഴ്സറികൾ ആരംഭിക്കുന്നതായിരിക്കും. റബ്ബർ കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കാൻ പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് സ്കീമും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ബഹുമാനപ്പെട്ട അംഗം സത്യക്ഷണിക്കലോട് സൂചിപ്പിച്ചതുപോലെ റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ സർക്കാരിന്റെ അവഗണന അവസാനിപ്പിച്ച് റബ്ബർ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. ശക്തമായി അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഉന്നയിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിനകത്ത് ഗവൺമെന്റ് നിലപാട് അത് തന്നെയാണെന്ന് അറിയിക്കുന്നു. റബ്ബർ ബോർഡിൽ നേരത്തെ കേരളത്തിന് 8 അംഗങ്ങളുടെ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2ആയി പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെയോ പ്ലാന്റേഴ്സിനെയോ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനവും ഈ ബോർഡിൽ നിലവിൽ ഇന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ കേരള ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭ്യമാക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുമോ? സർ, തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. റബ്ബർ ബോർഡിനെ തന്നെ അപ്രധാനമായ ഒന്നാക്കി മാറ്റുന്നതിനുള്ള നിലപാടാണ് യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കൊണ്ടുവന്ന ബില്ലിൽ തന്നെ അതെല്ലാം പ്രകടമായിട്ടുണ്ട്. ബില്ലിലെ വ്യവസ്ഥകളോടുള്ള നമ്മളുടെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അംഗബലം കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കർഷകരുടെയും മറ്റ് ആളുകളുടെയും പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആസ്ഥാനം നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആനുകൂല്യത്തിൻ്റെ വർധനവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കുന്നതിനുള്ള പാക്കേജിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുകൂലമായ അനുഭാവപൂർണമായ നിലപാടല്ല യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒരു തരത്തിലുമുള്ള സഹായം നൽകുകയില്ല എന്നാണ് അവർ രേഖപ്പെടുത്തുകയും പറയുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോഴും പ്രതിസന്ധികൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് റബ്ബർ കർഷകരെ സഹായിക്കാൻ കഴിയുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. നമുക്ക് യോജിച്ച് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം കൂടി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്.